ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ട്രാൻസ്ഫർ ന്യൂസുമായിട്ടാണ് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ജനുവരി ട്രാൻസ്ഫർ വിൻഡോ അങ്ങനെ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇപ്പോൾ ആരാധകരൊക്കെ ട്രാൻസ്ഫർ വിൻഡോയിൽ എന്തെല്ലാം നീക്കങ്ങൾ, ആരൊക്കെ എന്തൊക്കെ സൈനിങ് നടത്തുന്നതൊക്കെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ബ്ലാസ്റ്റേഴ്സിന് അഡ്രിയാൻ ലൂനയുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് താരം വരുമെന്നുള്ളത് കൺഫേം ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനായിട്ട് കാത്തിരിക്കുകയാണ് ആരാണ് വരിക എന്നുള്ളത്. അപ്പോൾ റൂൾസ് കാര്യങ്ങളൊക്കെ ഓരോ ദിവസം വരുന്നുണ്ട് പല രീതിയിലും. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരിക മാത്രമല്ല, ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന ബ്ലാസ്റ്റേഴ്സിൽ നിന്നും താരങ്ങൾ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ന്യൂസുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. IFT ന്യൂസ് മീഡിയ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു റിപ്പോർട്ട് പുറത്ത് വിട്ടിട്ടുണ്ട്. അതുപോലെ മലയാള മനോരമയും ബ്ലാസ്റ്റേഴ്സിൻ്റെ മീഡിയ പാർട്ട്നേഴ്സൊക്കെയാണ്. അപ്പോൾ അവരും ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും സൂപ്പർ താരങ്ങൾ ക്ലബ്ബ് വിടാനുള്ള സാധ്യതകളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലിപ്പോൾ IFT ന്യൂസ് മീഡിയ പുറത്തുവിട്ട ആ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളായ വിദ്യാസാഗർ സിംഗ്, അതുപോലെ ഹോർമിപ്പാങ് റുയ്വ, ബ്രൈസ് മിറാണ്ട എന്നീ താരങ്ങളെ ഓഫ് ലോഡ് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ ഈ 3 താരങ്ങൾക്കും ISL ക്ലബ്ബുകളിൽ നിന്ന് ഇപ്പോൾ ഓഫറുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ താരങ്ങളെ ഒരു പക്ഷേ ക്ലബ്ബ് ക്ലബ്ബ് വിറ്റേക്കാം. പക്ഷേ ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സ് ഒരു തീരുമാനം എടുത്തിട്ടില്ല, ഡിസൈഡ് ചെയ്തിട്ടില്ല ഈ കാര്യം. എങ്ങനെയാലും ഇവർക്കൊക്കെ ഓഫർ ഉണ്ട്, ഒരു പക്ഷേ ഇതിൽ താരങ്ങൾ പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഓർമിപ്പാം റുയ്വാന് ISL മികച്ച ക്ലബ്ബുകളിൽ നിന്ന് മുംബൈ സിറ്റി അടക്കമുള്ള മികച്ച വമ്പൻ ക്ലബ്ബുകളിൽ നിന്ന് ഓഫേഴ്സ് വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇവരിൽ ആരെങ്കിലും വിൽക്കുമോ എന്നുള്ളത് അറിയില്ല. എങ്ങനെയാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ വിദ്യാസാഗറിൻ്റെ കാര്യം എടുക്കുക. വിദ്യാസാഗറിൻ്റെ കാര്യത്തിൽ എനിക്ക് കുഴപ്പമില്ല, താരത്തെ വിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. താരത്തിനും അത് തന്നെയായിരിക്കും ബെറ്റർ. താരത്തിന് ബ്ലാസ്റ്റേഴ്സിൽ യാതൊരു അവസരം കിട്ടുന്നില്ല. കഴിഞ്ഞ സീസണിലും അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല, ഈ സീസണിലും ഇപ്പോൾ ഒരു മത്സരം കളിച്ചിട്ടുണ്ട് സീസണിൽ, അത് 1 മിനിറ്റാണ്. എങ്ങനെയാലും ഇവാന് താരത്തെ റൈറ്റ് ചെയ്യുന്നില്ല. ഇവാൻ്റെ ഇതിൽ പ്ലാനിൽ താരമില്ല തോന്നുന്നു. എങ്ങനെയാലും താരത്തെ ഇറക്കില്ല. ഇവാൻ ബുക്കോമാനോവിച്ച് എങ്ങനെയാലും ഇഷാൻ വേണ്ടിയിട്ട് എന്നുള്ള ഒരു ഇന്ത്യൻ സ്ട്രൈക്കർ ഉണ്ടായതുകൊണ്ട് തന്നെ വിദ്യാസാഗറിന് യാതൊരു ചാൻസ് കിട്ടാനുള്ള സാധ്യതകളുമില്ല. ഇഷാൻ വേണ്ടിയിട്ട് തന്നെ അധികം ചാൻസ് കിട്ടുന്നില്ല. അപ്പോൾ വിദ്യാസാഗറിന് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാസാഗറിനും മറ്റേതെങ്കിലും ചാൻസ് കിട്ടുന്ന ഒരു ക്ലബ്ബിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ. പിന്നെ IFT ന്യൂസ് മീഡിയ പറയുന്ന മറ്റൊരു താരം അത് ബ്രൈസ് മിറാണ്ടയാണ്. അപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ ബ്ലാസ്റ്റേഴ്സിൽ എല്ലാവർക്കും നല്ല അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവസരങ്ങളൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഇമ്പോർട്ടൻറ്റ് മത്സരം എല്ലാവർക്കും ഒഡീഷ FC എതിരുള്ള മത്സരത്തിലൊക്കെ നമുക്ക് ആ ഒരു മികച്ചൊരു അസിസ്റ്റ് നൽകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ബ്രൈസ് മിറാണ്ടക്കൊക്കെ. അപ്പോൾ താരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സീസണിൽ യാതൊരു അവസരങ്ങളും ഇതുവരെയായിട്ടും താരത്തിന് ലഭിച്ചിട്ടില്ല. നിലവിൽ നമുക്ക് കുറേ വിങ്ങേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ താരങ്ങൾക്ക് ചാൻസ് കൊടുക്കാനുള്ള ഒരു സാധ്യത അവിടെ ഇല്ല. ഇപ്പോൾ അഡ്രിയാൻ ലൂനയൊക്കെ പരിക്ക് പറ്റിയതുകൊണ്ടാണ് ഇപ്പോൾ 2 ഇന്ത്യൻ വിങ്ങേഴ്സ് കളിക്കുന്നത്. അതിന് മുമ്പ് ആണെങ്കിൽ അഡ്രിയാൻ ലൂന കളിക്കുകയാണെങ്കിൽ ഒന്നേലെ ഐമൻ അല്ലെങ്കിൽ രാഹുൽ ആയിരിക്കും കളിക്കുക. അപ്പോൾ പിന്നെ ബാക്കിയുള്ള 5 വിങ്ങേഴ്സും 5-6 വിങ്ങേഴ്സ് പിന്നെ നമുക്കുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വിങ്ങറിനെ കാര്യം പിന്നെ ഒരു സെക്കൻഡ് ഹാഫിൽ ഒരു ചാൻസ് സാധാരണ കിട്ടാറുള്ളത്. പിന്നെ ദൈസ്വക്കിയും വിങ് പുഷലാണ് കളിക്കുന്നത്, ഫോറിൻ പ്ലെയർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്തവണ തീരെ ചാൻസ് കൊടുക്കാനൊരു അവസരം ഒരു ഇതുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്രൈസ് മിറാണ്ട ക്ലബ്ബ് വിടുമെന്നാണ്, വിടാനുള്ള സാധ്യതകളുണ്ടെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ലെഫ്റ്റ് വിങ്ങിലാണ് സാധാരണ ബ്രൈസ് കളിക്കാറുള്ളത്. ലെഫ്റ്റ് വിങ്ങിൽ ഇപ്പോൾ ഐമ വന്നതോടുകൂടി ബ്രൈസ് സൈഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ബ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ താരത്തിൻ്റെ ബെറ്റർ ക്രോസുകളാണ് വരിക. എന്നാൽ താരത്തിന് ഐമനെ പോലെ അത്രയും ഡ്രിബിൾ ചെയ്ത് ഉള്ളിലേക്ക് കടക്കാനുള്ള, ഇൻസൈഡിലേക്ക് കടന്ന് അതിനെ ഷോട്ട് എടുക്കാനുള്ള അത്ര വലിയൊരു കഴിവൊന്നും ബ്രൈസിൽ നിന്ന് കണ്ടിട്ടില്ല. ഒരു ഡയറക്റ്റ് ഫുട്ബോളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് റൺ ചെയ്യുക, അങ്ങനെ ഒരു ക്രോസ് മാത്രമാണ് ബ്രൈസിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. എന്നാൽ ഐമനിലേക്ക് വരികയാണെങ്കിൽ ക്രോസ് ആണെങ്കിൽ അത്യാവശ്യം മികച്ച രീതിയിൽ താരത്തിന് ക്രോസ് ചെയ്യാൻ കഴിയുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോട്ട് എടുക്കും, നല്ല രീതിയിൽ ഡ്രിബിൾ. ഐമനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും കഴിഞ്ഞ മത്സരമൊക്കെ മോമ്പകാലം അത്രയും വലിയ ടീമിനായിട്ടൊക്കെ കളിക്കുന്നുണ്ട്, അത്രയും കോൺഫിഡൻസ് ഉള്ളൊരു പ്ലെയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രൈസ് മിറാണ്ടക്ക് ഇനി ചാൻസുകൾ കിട്ടാൻ സാധ്യതകൾ കുറവാണ്. ബ്രൈസ് പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇനി നിങ്ങളിപ്പോൾ എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ അടുത്തൊരു താരമായിട്ട് പറയുന്നത് ഹോർമിപ്പാങ്ങിനെയാണ്. ഇത് വലിയൊരു തിരിച്ചടിയായിരിക്കും. ഹോർമിപ്പാങ്ങിനായിട്ട് വിറ്റാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു മണ്ടത്തരാവും നിലവിൽ. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഷീൽഡിന് വേണ്ടി ഇപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീൽഡ് അടിക്കണം എന്നാഗ്രഹം. ഇപ്പോൾ നമ്മൾ 1-ാം സ്ഥാനത്താണ്. ഈ 1-ാം സ്ഥാനം തുറന്ന് ഷീൽഡ് അടിക്കണം തന്നെയാണ് എല്ലാ ആരാധകർക്കും അതുപോലെ മാനേജ്മെൻറ്റിനും അത് തന്നെ ആയിരുന്നു ആഗ്രഹം ഉണ്ടാവുക. അങ്ങനെ ആണെങ്കിൽ നമുക്ക് നല്ലൊരു ബെഞ്ച് സ്ട്രെങ്ത് ആവശ്യമാണ്. അപ്പോൾ ഹോർമിപ്പാങ്ങിനെ വിട്ടുകൊടുക്കുക അത് ഏറ്റവും വലിയൊരു മണ്ടത്തരാവും ഇപ്പോൾ നിലവിലെ സ്ഥിതിക്ക്. ഇപ്പോൾ ലെസ്കോവിക് മിലോസ് ആണ് 2 സെൻറ്റർ ബാക്ക് പാർട്ട്നേഴ്സായിട്ട് കളിക്കുന്നത്. പ്രീതത്തെ ഇപ്പോൾ റൈറ്റ് ബാക്ക് ആയിട്ടാണ് കോച്ച് ഇപ്പോൾ കൊടുക്കുന്നത്, റൈറ്റ് ബാക്ക് ആയിട്ടാണ്. എല്ലാവർക്കും ഇപ്പോൾ ലെസ്കോവിക്കിന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇഞ്ചുറി വരാറുണ്ട്. അതായത് മസിൽ ഇഞ്ചുറി ആയതുകൊണ്ട് തന്നെ എപ്പോഴാണ് പണി പറ്റുകയെന്ന് അറിയില്ല. ഇപ്പോൾ ഫുട്ബോളാണ്, ഒന്നും വരാതിരിക്കട്ടെ. ഇപ്പോൾ ഈ നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ഷീറ്റോടൊക്കെ പോവുകയാണ്. അപ്പോൾ ലെസ്കോ അത് തന്നെയാണ് നല്ലത്. അഥവാ
ഫുട്ബോളാണ്, എന്തും പറ്റാം, അങ്ങനെ എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ വീണ്ടും നമുക്ക് ആ ഒരു ഇന്ത്യൻ സെൻറ്റർ ബാക്കും അതുപോലെ ഒരു ഫോറിൻ സെൻറ്റർ ബാക്ക് ആയിട്ട് തന്നെ കളിക്കേണ്ടി വരും. അപ്പോൾ പ്രീതത്തിന് ഒറ്റൊരു ബാക്കപ്പ് ആയിട്ടുള്ളത് ആകെ ഹോർമിപ്പാൻ മാത്രമാണ്. അപ്പോൾ അങ്ങനെ സ്ഥിതിക്ക് ഹോർമിപ്പാനിപ്പോൾ വിട്ട് കളയിൽ ഏറ്റവും വലിയൊരു മണ്ടത്തരാവും. പിന്നെ നിങ്ങൾ സന്ദീപ് എന്നുള്ളൊരു ഓപ്ഷൻ പറഞ്ഞേക്കാം. സന്ദീപ് കുറേ മുമ്പ് കളിച്ചാൽ ഹൂപ്പറൊക്കെയുള്ള കാലത്താണ് സന്ദീപ് ഒരു സെൻറ്റർ ബാക്കായി കളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എല്ലാവർക്കും ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്കാണ് താരം ഇപ്പോൾ കളിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു മണ്ടത്തരായിരിക്കും ഹോർമിപ്പാങ്ങിനെ വിടുക, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ ഏറ്റവും നല്ലത് ഹോർമിപ്പാങ്ങിനെ നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എങ്ങനെയാലും ഇതിൽ എങ്ങനെയാലും ആരെങ്കിലൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. വിദ്യാസാഗരൊക്കെ എങ്ങനെയാലും ഹോർമിപ്പാങ്ങിനൊന്നും വിട്ട് കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എന്താവും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയാം. അപ്പോൾ വീഡിയോ അവസാനിക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ. അപ്പോൾ അടുത്ത വീഡിയോയുടെ വീണ്ടും കാണാതിരിക്കും. ബൈ.